നമുക്ക് സൈക്ലോഹെക്സൈന്റെ ഡിഫറെന്റ് കൺഫർമേഷൻ അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് സൈക്ലോഹെക്സൈന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. സൈക്ലിക് സ്ട്രക്ചർ വരുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഉണ്ടാവേണ്ട ആ 109.5 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയൽ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ മോസ്റ്റ് ദ കേസസ് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സൈക്ലോബ്യൂട്ടൈൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആണ് വരുന്നത്. അപ്പം അതെന്ന് പറയുന്നത് അവിടെ നമുക്ക് ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാവും. ഒന്നുകിൽ അത് 109 ഡിഗ്രിന്റെ കുറവോ അല്ലെങ്കിൽ കൂടുതലാവാം. എനിവേ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 109 ഡിഗ്രി ആണ്. അപ്പൊ ആ ഇതൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഉണ്ടാവുന്നതാണ് ആംഗിൾ സ്ട്രെയിൻ. ഓക്കെ, പിന്നെ സ്റ്റെറിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് വലിയ ഗ്രൂപ്പ്സ് രണ്ട് ആറ്റംസ് നിയർ ബൈ വളരെ ക്ലോസ് പ്രോക്സിമിറ്റി രണ്ടും അടുത്തടുത്ത് വരുന്ന സമയത്ത് സ്റ്റെറിക് സ്ട്രെയിൻ. അതെ, അപ്പൊ ഇത്രയും സ്ട്രെയിൻസ് ഒരു സൈക്ലിക് സ്ട്രക്ചേഴ്സിൽ പോസിബിൾ ആണ്. അപ്പൊ ഇതൊക്കെ മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു സൈക്ലിക് ഫോം സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇതെല്ലാം അനാലിസിസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പം സൈക്ലോഹെക്സൈന്റെ കേസിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൺഫർമേഷൻസ് പോസിബിൾ ആണ്. ചെയർ കൺഫർമേഷൻ, ബോട്ട് കൺഫർമേഷൻ, ട്വിസ്റ്റ് ബോട്ട് കൺഫർമേഷൻ, ഹാഫ് ചെയർ കൺഫർമേഷൻ. ഇതൊക്കെയാണ് സൈക്ലോഹെക്സൈന്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു സാധാരണ നമ്മളെ ബെൻസീൻ പോലെ ഒരു പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചറേ അല്ല. എല്ലാം sp3 കാർബൺ ആണ്. സോ അതിന് ഈ ഒരു ഏറ്റവും ഇങ്ങനത്തെ ബെൻഡായിട്ടും ഉള്ള സ്ട്രക്ചേഴ്സിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിൽ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോമർ ആണ് ചെയർ. ഒരു ചെയർ രൂപത്തിൽ, അതായത് നമുക്ക് തലവെക്കാനുള്ള സ്ഥലമുണ്ട്, കാലിന്റെ ഫുഡ് റെസ്റ്റ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്ലോഹെക്സൈന്റെ കേസിൽ പറയുന്നത് sp3 കാർബൺസ് ആണ്. അപ്പൊ അത് ടെട്രാഹെഡ്രൽ ജിയോമെട്രി പ്രിഫർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആംഗിൾ സ്ട്രെയിൻ മാക്സിമം കുറയ്ക്കുന്നത് 109.5 ഡിഗ്രിയാണ്. അപ്പം അത് ഏറ്റവും സ്യൂട്ടബിൾ ആയി കിട്ടുന്നത് എന്ന് പറയുന്നത് ചെയർ കൺഫർമേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആയി വരാനുള്ള ഒരു ബോട്ട് കൺഫർമേഷൻ. പിന്നെ ട്വിസ്റ്റഡ് ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൺഫർമേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കുറവ് എനർജി ഉള്ളത് ട്വിസ്റ്റഡ് ബോട്ടിന്റെയും ചെയറിന്റെയും കൺഫർമേഷൻസിന്റെ അകത്താണ്. അതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് ചെയർ കൺഫർമേഷൻ എന്ന് നമുക്ക് വരാം. ചെയർ കൺഫർമേഷൻ എന്ന് പറയുന്നത് മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാം എക്സാക്ട്ലി ഒരു ചെയറിന്റെ ഷേപ്പിൽ അലൈൻ ചെയ്തിരിക്കുകയാണ് മോളിക്കുള് മൊത്തമായിട്ട്. ഇവിടെ എന്ന് പറയാൻ വെച്ചാൽ ഹെഡ് വെക്കാൻ ഒരു സ്ഥലമുണ്ട്, കാല് വെക്കാൻ ഒരു സ്ഥലമുണ്ട്, ചെയറിന് 3 കാലുകളുണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇത്. നമുക്ക് ഈ മോളിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് നോക്കാം. ഇതിനകത്ത് 3 ഹൈഡ്രജൻസ് കാർബണിന്റെ മുകളിൽ, അല്ലെങ്കിൽ 3 കാർബൺസ് താഴോട്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, 3 കാർബൺസ് മുകളിലേക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് അത് മുകളിലേക്കും താഴേക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഈ കാർബണും ഈ കാർബണും ഈ കാർബണും താഴേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ട് എന്തുകൊണ്ടാണ് താഴേക്ക് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തിട്ടുള്ള 2 കാർബൺ ഇതിനേക്കാളും മുകളിലാണുള്ളത്. അതേപോലെ തന്നെ ഈ കാർബൺ നോക്കിയിട്ട് ഇതിന്റെ തൊട്ടടുത്ത 2 കാർബൺ ഇതിന്റെ മുകളിലാണുള്ളത്. അതേപോലെ ഇതിന്റേതും തൊട്ടടുത്ത 2 കാർബൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്കാണുള്ളത്. അപ്പൊ അത് രണ്ടും താഴത്തെ കാർബൺ എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഈ കാർബണും ഇതിന് 2 തൊട്ടടുത്തുള്ള കാർബൺസ് താഴേക്കാണുള്ളത്. ഇതും അങ്ങനെ തന്നെ താഴേക്കാണുള്ളത്, ഇതും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മുകളില് ഈ കൺഫോമറിനെ നമ്മൾ ഏത് ആംഗിളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ചെയർ നമുക്ക് കിട്ടും. അതേ സ്ഥാനത്ത് ഈ കോമ്പൗണ്ട് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിൽ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് കോമ്പൗണ്ട് ഈ വഴിക്ക് നമ്മൾ ഇന്ന് ഈ കോമ്പൗണ്ടിന് ന്യൂമാൻ ആയി കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു സോഹോസ് വ്യൂ ആണ്. ഇത് ഇനിയിപ്പോ നമ്മളൊരു ഈ സോഹോസ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ റിമൈനിങ് ഒന്ന് മാറ്റി ഒരു ഈരയിൽ മാത്രമാക്കി സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ബോൺസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഹോസ് വ്യൂലാണ്. അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് ന്യൂമാൻ വ്യൂയിലേക്ക് നോക്കി വെക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് കാർബണിലൂടെയും 5th കാർബണിലൂടെയും നോക്കിയിട്ടുള്ള ന്യൂമാൻ വ്യൂ ആണ് ഈ കാണുന്നത്. അതായത് ഫസ്റ്റ് കാർബൺ ബാക്കിലുള്ളത് സെക്കൻഡ് കാർബൺ, അതാണ് തേർഡ് കാർബൺ താഴെ വരുന്നു, 6th കാർബൺ മുകളിൽ വരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ കേസിൽ നമ്മുടെ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന കാർബൺസ് എന്ന് പറഞ്ഞാൽ 1, 6, 5 ആണ്. അപ്പം ഇത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്താണ് മനസ്സിലാകുന്നത്? അപ്പൊ ഇതൊരു ഗോഷ് കൺഫർമേഷൻ ആണ് ഈ മോളിക്കൂള് നിൽക്കുന്നത്. എന്താണ് വെച്ചാൽ ഈ CH2ന്റെ അടുത്ത് തന്നെയാണ് ഈ CH2. അപ്പൊ ഇതൊരു ഗോഷ് കൺഫർമേഷൻ ആണ്. ഇതൊരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റാഗേർഡ് തന്നെ, അതെ, ഇതൊരു ബ്യൂട്ടൈൻ ഗോഷ്
സ്ട്രക്ചറിലാണ് ആ ഇപ്പൊ ഒരു ഇത്. ഹാഫ് അപ്പൊ ആ കാണിക്കുന്നത് സമയത്ത് നമ്മൾ ഈ പാർട്ട് കൺസിഡർ ബ്യൂട്ടൈൻ ഘോഷ് എന്ന് പറയുന്ന സമയത്ത് ഈ പാർട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഓൺലി ഈ പാർട്ട് മാത്രം അതായത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബ്യൂട്ടൈന്റെ കൺഫർമേഷന്റെ ഒരു ഘട്ട CH3 പകരം അവിടെ CH2 പിന്നെ ബാക്കി ആ അതെ സബ്സ്റ്റിറ്റ്യൂട്ട് 2 കാർബൺ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്യൂട്ടൈൻ ഘോഷ് സ്ട്രക്ചറിലാണ്. അപ്പൊ ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ആക്കി നിർത്താനുള്ള കാര്യം. കാരണം ഇതിനിപ്പോ ഈ ഒരു ഫസ്റ്റ് കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല 1, 2 കൂടിയും 3 കൂടിയും 4 കൂടിയും 5 കൂടിയും 6th കൂടിയും നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സെയിം ഘോഷ് കൺഫർമേഷൻ തന്നെയാണ് ഈ മോളിക്കൂൾ കാണിക്കുന്നത്. This is our cyclohexane molecule, and this is now I kept in. The chair conformation. Yeah, here you can see if you are rotating this also, this will retain the chair conformation basically. Yeah, that right hand side is the food. This is the here alternatively we will see the bonds in bottom and axial bonds in top. Yeah. So that you can see here. And Three bonds, 3 carbons are up and 3 carbons are pointing downwards. And corresponding bonds, substituents are also accordingly up and down. Up and down, yeah. So all carbons resumes its tetrahedral fashion. Yes. And another thing, if I am seeing this through a Newman projection view, let us think this is the first carbon and this is the 5th carbon, like in the image. So if we are viewing it, what is happening? This is in a gauche conformation because this through CH2s are coming, and it is staggered conformation, and it is a type of coming as a gauche conformation basically. So both this is a basically this is now we can consider as a butane unit, and this is another butane unit, and both are in a staggered fashion. Okay, this is the first carbon, this is the 5th carbon, this is 6th and the 6th carbon. So like that in the image, if I am just rotating and seeing through this 6th carbon, let us see what is happening. Let us see this. This is also in staggered conformation only, and if you view through this fashion, again this also in staggered, again we saw this also in staggered fashion. Okay, and again we are rotating and seeing, then now this is also we are able to retain the staggered gauche conformation, and here also you are able to retain the view, same view. Here also if you are rotating, and if you are here also if you are seeing, this is the same view. Again the same conformation came back. So through 6 different views we are seeing this will be exhibiting only gauche conformation. ഇനി ഇതിന്റെ വരയ്ക്കുക എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈക്ലോഹെക്സൈൻ വരയ്ക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എല്ലാം എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി അത് മിസ്റ്റേക്സ് തന്നെയാണ് സാധാരണ വരയ്ക്കുമ്പോൾ വരുത്താറുണ്ട് ഒരുപാട്. അപ്പം ACS തന്നെ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഒരു പേപ്പർ അടക്കം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, എങ്ങനെ വരയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. 2 ജസ്റ്റ് പാരലൽ ലൈൻ, ഓൾമോസ്റ്റ് സെയിം ലെങ്ത് ഉള്ള 2 പാരലൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മള് ആൽഫബറ്റ് ലെറ്റർ വി എന്ന് പറഞ്ഞിട്ട് ആ മുകളിലുള്ള 2 ലൈൻ കണക്ട് ചെയ്യുക. മുകളിൽ 2 ലൈൻ കണക്ട് ചെയ്യുമ്പോ എന്താ ശ്രദ്ധിക്കുക വെച്ചാൽ വി സിമെട്രിക്കൽ ആയിട്ടല്ല, അതിന്റെ ലെഫ്റ്റ് സൈഡ് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കണം കമ്പയറിംഗ് ടു ദ റൈറ്റ് സൈഡ്. എന്നിട്ട് അടുത്തത് അത് വരച്ചു കഴിഞ്ഞാൽ താഴെ ഉള്ളത് ഇൻവേർട്ടഡ് വി വെച്ചിട്ട് കണക്ട് ചെയ്യണം. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിന്റെ ലെങ്ത് കുറവും റൈറ്റ് സൈഡ് ലെങ്ത് കൂടുതലും. എനിവേ നിങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇരിക്കണ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഈ 2 ബോണ്ടും പാരലൽ ആയിരിക്കണം, അതേപോലെ തന്നെ ഈ 2 ബോണ്ടും പാരലൽ ആയിരിക്കണം, ഇനി ഇതും പാരലൽ ആയിരിക്കണം. അതാണ് ബേസിക് സ്ട്രക്ചർ. സോ
അത് വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ഈ ഒരു സിമെട്രിക്കൽ സംഭവങ്ങളിൽ ഒരു ഈ ശ്രദ്ധ ഒരു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾക്ക് ടെട്രാഹൈഡ്രൽ കാർബൺ ആണ് ഓരോ കാർബണും. അപ്പൊ അവിടെ 2 എക്സ്ട്രാ CC ബോണ്ട് കൂടാതെ 2 സബ്സ്റ്റിറ്റ്യൂന്റും ഉണ്ട്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂന്റിനെ നമ്മൾ ആക്സിയൽ ബോണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ട്സ് എന്ന് പറയുന്നു. ആക്സിയൽ ബോണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളൊരു ആക്സിസ് ആ മിഡിൽ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇതിന് ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതിന്റെ സെന്ററിൽ കൂടി ഒരു ആക്സസ് അതിന് പാരലൽ ആയിട്ടായിരിക്കും ആ ബോണ്ട്സ് വരുന്നത്, ഈ ബോണ്ടുകൾ വരുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം, കുറച്ചെണ്ണം മേലേക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ചെണ്ണം താഴേക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ റെലവൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ സൈക്ലോഹെക്സേനിൽ 3 കാർബൺ മുകളിലേക്കും 3 താഴേക്കുമാണ്. അപ്പം കാർബൺ മുകളിലേക്ക് വരുന്നതിനാണ് മുകളിലേക്ക് പോകുന്ന കാർബണിന് മുകളിലേക്കും ഹൈഡ്രജൻസ് വരയ്ക്കുക, അതേപോലെ തന്നെ താഴേക്ക് വരുന്നതിന് താഴേക്കും ഹൈഡ്രജൻസ് വരയ്ക്കുക, സബ്സ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ ഹൈഡ്രജൻസ് വരയ്ക്കുക. അതിന് നമ്മൾ ഈ ബോണ്ടിന് നമ്മൾ ഇത് ആക്സസിന് പാരലൽ വരുന്നതായതുകൊണ്ട് നമ്മൾ ഇതിനെ ആക്സിയൽ ബോണ്ട്സ് എന്ന് പറയുന്നു. ഇക്വിറ്റോറിയൽ ബോണ്ട്സ് എന്ന് പറഞ്ഞാല് ഇത് നമ്മള് ഇക്വേറ്ററിന് കൊണ്ട് വരയ്ക്കുന്ന ബോണ്ടുകളാണ് ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. അപ്പം അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഈ ആക്സിയൽ ബോണ്ട്സിന് മോർ ദാൻ 90 ഡിഗ്രിയിൽ നമ്മൾ ഈ ഇക്വിറ്റോറിയൽ ബോണ്ട്സ് വരയ്ക്കണം. അതായത് ജസ്റ്റ് 90 ഡിഗ്രി വരയ്ക്കാൻ പാടില്ല. നമുക്കറിയാം 109 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. അപ്പൊ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് മോർ ദാൻ 90 ഇട്ടിട്ടാണ് നമ്മൾ ഇക്വിറ്റോറിയൽ ബോണ്ട്സ് കാണിക്കാം. പിന്നെ ഒരു കാര്യം, ഒരു കാർബണിലെ ആക്സിൽ ബോണ്ട് മുകളിലോട്ടാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള 2 കാർബണിലെ ആക്സിൽ ബോണ്ട് താഴോട്ടായിരിക്കും. അതേപോലെ തന്നെ ഇക്വിറ്റോറിയൽ ബോണ്ട് ഒരു കാർബണിലെ താഴോട്ടാണെങ്കിൽ അടുത്ത കാർബണിലെ അടുത്ത 2 തൊട്ടടുത്ത നെയ്ബറിംഗ് കാർബൺസിലുള്ള ഇക്വിറ്റോറിയൽ ബോണ്ട് മേലേക്ക്. ഓക്കെ, അപ്പം എന്താണ് ആക്സിയൽ, എന്താണ് ഇക്വിറ്റോറിയൽ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പറയാനുള്ളത് അറിയാമെന്ന് റിങ്ങിന്റെ ഒരു ഫ്ലിപ്പിംഗ് കാരണം ഇതിന് പല പല കൺഫർമേഷൻസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ്റത്തിന് എന്ന് വെച്ചാൽ ഈ കാർബണിനെ പിടിച്ച് നമ്മൾ മുകളിലേക്ക് പൊക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേസമയം തന്നെ ഈ സൈഡ് പോയിട്ട് ഇതിനെ പിടിച്ച് താഴ്ത്തുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു റിംഗ് ഫ്ലിപ്പിംഗ് പോസിബിൾ ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള കാർബണിനെ മുകളിലേക്ക് പൊക്കുകയും ഈ സൈഡിലുള്ള കാർബണിനെ താഴേക്ക് താഴ്ത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോസിബിൾ ആവും. ഈ സ്ട്രക്ചറിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇക്വിറ്റോറിയൽ പൊസിഷനിലുള്ള ഈ ഹൈഡ്രജൻസ് ഇവിടെ പോകുന്ന സമയത്ത് അത് ആക്സിയൽ ഹൈഡ്രജൻസ് ആയി മാറും. അതേ സ്ഥാനത്ത് ഇവിടുത്തെ ആക്സിയൽ ഹൈഡ്രജൻസ് താഴെ വരുമ്പോൾ അത് ഇക്വിറ്റോറിയൽ ആയി മാറും. അപ്പൊ അതുപോലെ തന്നെ തിരിച്ചു. അപ്പം ഇതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സംഭവിക്കുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് അതിനിടയിലുള്ള കൺഫർമേഷൻസ് ഇങ്ങനെ പൊക്കുന്ന സമയത്ത്. ഇതാണ് സൈക്ലോഹെക്സേന്റെ പൊട്ടൻഷ്യൽ എനർജി സർഫസ്, അല്ലെങ്കിൽ അതിന്റെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റൊട്ടേഷൻ വേഴ്സസ് അല്ലെങ്കിൽ എനർജി വേഴ്സസ് ഇതിന്റെ റൊട്ടേഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ട്, റൊട്ടേഷൻ അല്ല, ഇവിടെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കാർബൺ നമ്മൾ മുകളിലേക്ക് നേരെ എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഹാഫ് ചെയർ കൺഫർമേഷനായി. ഈ ഹാഫ് ചെയർ കൺഫർമേഷന്റെ അകത്ത് 5, 3, 6, 2, 1 എല്ലാം ഒരേ പ്ലെയിനിലാണ് വരുന്നത്. 4 മാത്രം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. അപ്പൊ കാല് വെക്കുന്ന ഭാഗം നേരെ പ്ലനാർ. ഇപ്പൊ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈലി അൺസ്റ്റേബിൾ സ്ട്രക്ചർ ആയിരിക്കും. കാര്യം ഇതിന് ഇത്രയും പ്ലാനാറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പെട്ട കാര്യമില്ല. അത് മാത്രമല്ല നമ്മൾ ഈ 216 ബോണ്ട് ആംഗിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ അപ്പോൾ 120 ഡിഗ്രി ടെട്രാഹൈഡ്രൽ കാർബണിന്റെ കേസിൽ അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ 109.5 ഡിഗ്രിയാണ് ടെട്രാഹൈഡ്രൽ കാർബൺ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അൺസ്റ്റേബിൾ. പിന്നെ ഇവിടെ നിർത്തിയില്ല, ഇനി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊക്കിയപ്പോ ഇനി അടുത്ത ഒരു സ്ട്രക്ചറാണ് ട്വിസ്റ്റഡ് ബോട്ട്. എനർജറ്റിക്കലി നെക്സ്റ്റ് ഈ ചെയർ ഫോം കഴിഞ്ഞ നെക്സ്റ്റ് എനർജറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ആ സ്ട്രക്ചറാണ് ട്വിസ്റ്റഡ് ബോട്ട് സ്ട്രക്ചർ. അപ്പം ആ ട്വിസ്റ്റഡ് ബോട്ട് സ്ട്രക്ചറിന്റെ മുകളിൽ നിന്ന് നമ്മൾ പിന്നെയും ഈ ഭാഗത്തിന് നല്ലോണം പൊക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ബോട്ട് കൺഫർമേഷൻ കിട്ടും. ഈ ബോട്ട് കൺഫർമേഷൻ എന്ന് പറയുന്നത് അത്ര ട്വിസ്റ്റഡ് ബോട്ടിനേക്കാളും എനർജറ്റിക്കലി നോൺ ഫേവറബിൾ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് മുകളിൽ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ ഇത് പൊങ്ങി ഇവിടെ എത്തി. ഇനി അടുത്ത ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് രണ്ടാമത് ഇപ്പുറത്തെ സൈഡിലുള്ള പിടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതും താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും നമുക്ക് ട്വിസ്റ്റഡ് ബോട്ട് സ്ട്രക്ചറും കിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ താഴ്ത്തുന്ന സമയത്ത് നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഈ ഹാഫ് ചെയർ സ്ട്രക്ചറും കിട്ടും. ഇനി നമ്മൾ വീണ്ടും അത് താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 താഴോട്ട് വരുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ചെയർ കൺഫർമേഷൻ.
അപ്പൊ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 1 താഴെയായിരുന്നു, ഇവിടെ 1 മുകളിലെത്തി, 4 മുകളിലുള്ള 4 ഇവിടെ നമ്മൾ താഴേക്കും എത്തി. ഓക്കെ, ഇത് വരുന്നു. ഈ ചെയർ കൺഫർമേഷൻ ആണ് എനർജറ്റിക്കലി മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ. ഓക്കെ. ഇനി എന്താണ് ബോട്ട് കൺഫർമേഷൻ? ഈ എന്തുകൊണ്ട് ബോട്ട് കൺഫർമേഷൻ സ്റ്റേബിൾ അല്ല? പക്ഷെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് കൺഫർമേഷൻ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബോണ്ടുകളും 109 ഡിഗ്രിയിൽ ആംഗിൾ സ്ട്രെയിൻ ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ചെയർ കൺഫർമേഷനിലും 109 ഡിഗ്രി എല്ലാ ആംഗിൾ സ്ട്രെയിൻ തീരെ ഇല്ലാതെ 109 ഡിഗ്രി 109.5 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേ സിറ്റുവേഷൻ തന്നെ ബോട്ട് കൺഫർമേഷനും ഒബേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എവിടെയാണ് പ്രോബ്ലം വരുന്നത്? ടോർഷണൽ സ്ട്രെയിൻ ആണ്. ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷൻ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് എക്ലിപ്സ്ഡ് ആയിട്ടാണ്. രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ വ്യൂ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബണ് എക്ലിപ്സിംഗ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ മറ്റേന്ന് പറയുന്നത് നമ്മള് ഏത് വ്യൂവിൽ നോക്കുക, ചെയർ ഫോമില്ലാത്ത ഏത് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കത് ഗോഷ് വ്യൂ തന്നെയായിരിക്കും കിട്ടിയിരുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 എക്ലിപ്സ് കൺഫർമേഷനിലാണ് വരുന്നത്. അത് ഇതിന് എനർജറ്റിക്കലി നോട്ട് ഫേവറബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഹൈഡ്രജൻസ് ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് ആയിട്ടുണ്ട്. ഫ്ലാഗ് പോൾ എന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ബോട്ടിന്റെ മുകളിലെല്ലാം ഒരു കൊടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് അതിന്റെ ഒരു സ്റ്റെറിക് ഇൻട്രൻസും ഈ ഒരു കൺഫർമേഷന് സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ കാരണമാക്കുന്നു. ഓക്കെ, അതായത് ആ എക്ലിപ്സിംഗ് വ്യൂവിൽ അതെന്തായാലും അടുത്തടുത്ത് ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആണ്. This is the boat form where we are having 2 flagpole hydrogens here that I have given in colored form, and this is green colored carbon we can name as 1, and this blue color hydrogen containing carbon we can name as 4th carbon. Okay, so simply we see this one. This is exactly looking as a boat like structure only. And if we the reason behind the instability of this compound is this flagpole hydrogen's proximity, and another that will make some steric problem in this molecule. And another major reason is that if we see this Newman view, we can see that all the bonds are in eclipsing each other. Yeah. So here in boat form there are totally 6 carbon are there. So in 6 carbon, if you see through 2 carbon, we can see the eclipsing view of the Newman projection. And let us see that one by one. Yeah. If we are seeing through this bond, that is first bond, if you are seeing through, we can see through the first bond, that is this one. So unlike that bond, you have to see only one butane structure. So if you see through this bond, this is a Koch conformation. This butane only you have to consider. These 2 carbons I am just holding and hiding 4 it. Carbons. These 4 carbons. Yeah. And if you are rotating again, we will see the eclipsing carbon. Yeah. And then again this is the 3rd carbon that is also having the butane-Gauche interaction. Yeah. That is also having the butane-Gauche conformation, and this is another butane-Gauche conformation through the 4th carbon. Yeah. And if we see through the again we can the eclipse. Yeah. And this is another, we are having the Gauche. Yeah. And we came back to our first carbon, that is also a Gauche. So through 2 carbon unit, if you are seeing 2 of them are eclipsing each other, remaining all are butane. Simply butane-Gauche interaction is there. That makes this molecule less stable comparing with the chair structure. Yeah, where we have all the carbons are in Gauche conformation only. Yeah. So ഇനി എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ബോട്ടാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ സ്റ്റെബിലിറ്റി ദാൻ ബോട്ട് കൺഫർമേഷൻ. ഈ കേസിൽ എന്ന് പറയുന്നത് എക്ലിപ്സിംഗ് നമുക്ക് റിലേറ്റീവ്ലി കുറവായിരിക്കും. കാര്യം എന്താണ്, എക്ലിപ്സിംഗ് റിലേറ്റീവ്ലി ലെസ് ആയിരിക്കും നമ്മൾ സൈഡ് വൈസ് വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം അത് കാരണം ഇതിന് കമ്പാരിറ്റീവ്ലി ലെസ് ടോർഷണൽ സ്ട്രെയിൻ ആണ്
ഈ ബോട്ട് കൺഫർമേഷനേക്കാൾ. ടെസ്റ്റ് ബോട്ടിന് അതെ, അതേ സ്ഥാനത്ത് ഹാഫ് ചെയർ കൺഫർമേഷൻ ആണ് അടുത്ത കൺഫർമേഷൻ. അത് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫോമാണ്. അവ ഓൾമോസ്റ്റ് ഒരു കാർബൺ മാത്രമാണ് പ്ലെയിനിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം പ്ലെയിനിൽ തന്നെ വരുന്നത്. കാരണം ഇത് ഹൈലി അൺസ്റ്റേബിൾ സ്ട്രക്ചർ ആണ് ഹാഫ് ചെയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഇത്രയുമാണ് സൈക്ലോഹെക്സേന്റെ കൺഫർമേഷൻസ് പറഞ്ഞത്. ഈ എനർജി ഡിഫറൻസസ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഓർത്ത് വെക്കണം. അതായത് ഓരോ ഫോമെന്നോ ഒരു ഫോമിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ്, ആ ഓരോ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്ര ഡീറ്റെയിലേക്ക് നിങ്ങൾക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും